ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുന്നേക്കുന്ന സമയത്ത് കഴുത്തിലെ താലിമാല ശ്യാമള കാണുന്ന ഭാഗത്തോടെയാണ് ഇന്നലെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ശ്യാമള കണ്ട് ഭയങ്കര ബഹളടി, ഒരുമിട്ടോട് നീ നമ്മുടെ കുടുംബം നശിപ്പിച്ചലോടി, നാട്ടുകാർക്ക് ഞാൻ എന്ത് പറയും, വീട്ടുകാർക്ക് ഞാൻ എന്ത് പറയും, നിന്റെ അച്ഛനോട് ഞാൻ എന്ത് പറയും, നശിപ്പിച്ചലോടി കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് അവിടേക്ക് ശിവരാമ വരുന്നുണ്ട്. എന്താ ശ്യാമളെ, എന്താ കാര്യം ചോദിക്കുമ്പോ ശിവരാമേട്ട ഇവളുണ്ടല്ലോ, ഇവള് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് ശിവരാമേട്ട, ഇവളെ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇവളുടെ ചേച്ചിനെ പോലെ ആരും അറിയാതെ പോയി വിവാഹം കഴിഞ്ഞ് വന്നിരിക്കുക ശിവരാമേട്ട എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ശിവരാമന്റെ കയ്യിലെ പച്ചക്കറിയുടെ കിറ്റുണ്ടല്ലോ അത് നിലത്തേക്ക് വീഴും കേട്ടോ. അച്ഛ ഞാനൊന്ന് പറഞ്ഞോട്ടെ അച്ഛ എന്ന് പറയുമ്പോഴേക്കും നീ ഒന്നും പറയണ്ടടി എന്ന് പറഞ്ഞ് ശ്യാമള വേഗം അഞ്ജലിയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് കഴുത്തേക്ക് കിടക്കുന്ന മാലയുടെ താലി എല്ലാവർക്കും പൊക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ അവളുടെ കഴുത്തിൽ ആരോ കെട്ടിയ താലി കണ്ടില്ലേ, അവളുടെ വിവാഹം കഴിഞ്ഞു ശിവരാമേട്ട എന്നിങ്ങനെ പറയാണ്. ഇവള് നമ്മളെ ചതിച്ചു ശിവരാമേട്ട എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി ഓടി ശിവരാമന്റെ അടുത്തേക്ക് വരികയാണ്. അച്ഛ ഞാനൊന്ന് പറയട്ടെ അച്ഛ, കാര്യങ്ങളൊക്കെ അച്ഛൻ സാവധാനമായിട്ട് കേൾക്കണം എന്ന് പറയുമ്പോ ശ്യാമള പറഞ്ഞു, നീ ഇനൊന്നും പറയണ്ടേ, നിനക്കിവിടെ അച്ഛനും ഇല്ല അമ്മയില്ല, ഇറങ്ങി പോടി വിടുന്നു എന്ന് പറയാണ്. അമ്മ പ്ലീസ് അമ്മ ഞാൻ പറഞ്ഞോട്ടെ, നിന്നോടല്ല ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത്, ഇറങ്ങി പോടി വിടുന്നു എന്ന് പറയുമ്പോഴേക്കും ശിവരാമൻ മനസ്സ് വേദനിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുവാട്ടോ. എന്നിട്ട് ശ്യാമള പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കാണ്. നമ്മളുടെ മകളുടെ വിവാഹം ആരും അറിയാതെ നടന്നു, അവൾ ആരൊക്കെയോ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ശിവരാമൻ അകത്ത് റൂമിൽ എങ്ങനെ ഇരിക്കാട്ടോ കരഞ്ഞുകൊണ്ട്. അഞ്ജലിനെ വീണ്ടും പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി നോക്കാണ് ശ്യാമള. കയ്യൊക്കെ പിടിച്ചു വലിച്ച് വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് വലിച്ചെറിയ, അതായത് പടിയുടെ പുറത്തേക്ക് ആക്കാൻ വേണ്ടി പിടിച്ചു വലിക്കണം. അപ്പൊ അഞ്ജലി അവിടെ നിന്ന് വേണ്ട അമ്മ ഞാൻ പറയട്ടെ അമ്മേ പ്ലീസ് അമ്മേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്യ പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ ശിവരാമൻ ഫാനിൽ കെട്ടി തൂങ്ങി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാലൊക്കെ ഇങ്ങനെ മരണപ്രാളത്തിൽ ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അത് കാണുമ്പോഴേക്കും ആര്യ അമ്മായി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വേഗം തന്നെ ആര്യയുടെ അടുത്തേക്ക് നമ്മുടെ ശ്യാമളയും അഞ്ജലിയും കൂടി വരുന്നുണ്ട്. എന്താ ചോദിക്കുമ്പോഴേക്കും ദേ നോക്ക് എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുകയാണ്. ശിവരാമൻ ഇങ്ങനെ ഇങ്ങനെ അതായത് കെട്ടിത്തൂങ്ങി ഇങ്ങനെ ചാവാനായിട്ട് ഇങ്ങനെ മരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് കണ്ട് അഞ്ജലി പേടിച്ച് ഞെട്ടി എഴുന്നേക്കാണ്. അത് അഞ്ജലിയുടെ സ്വപ്നം കേട്ടോ. അച്ഛാ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഞെട്ടി വിളറി വെളുത്ത് ആകെ ഒരു അവശ കോലത്തിലായിട്ട് അഞ്ജലി ഇങ്ങനെ പേടിച്ച് ഞെട്ടി ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ പെട്ടെന്ന് ആര്യ എഴുന്നേക്കുന്നുണ്ട്. എന്താ അഞ്ജലി, ഇവരെ ദുസ്വപ്നം കണ്ടു കാണാൻ പാടില്ലാത്ത ഒരു ദുസ്വപ്നം കണ്ടു ഞാൻ. പത്മനെ കുറിച്ചായിരിക്കുമല്ലേ, നീ പ്രാർത്ഥിച്ചിട്ട് കിടന്നോ, പത്മനെ എത്രയും പെട്ടെന്ന് കിട്ടും, അവൾക്കൊന്നും സംഭവിച്ചു കാണില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ആര്യ കേട്ടോ. പിന്നീട് അഞ്ജലി ആകെ വിഷമിച്ചു, പിന്നെ ഉറങ്ങാൻ പോലും അഞ്ജലിക്ക് പറ്റുന്നില്ല കേട്ടോ. ആ താലിമാല നോക്കി നിൽക്കുകയാണ് അഞ്ജലി. പിന്നീട് കാണിക്കുന്ന രാവിലെ തന്നെ രാഘവനെ കാണാൻ വേണ്ടിയിട്ട് ഹരിവക്കീൽ ഓടി വരും കേട്ടോ. രാഘവന് ചോദിക്കട്ടെ, എന്താടോ ഞാൻ പറഞ്ഞ കാര്യം താൻ അന്വേഷിച്ചായിരുന്നോ, കേട്ടതൊക്കെ സത്യമാണോ? കേട്ടതൊക്കെ സത്യം തന്നെയാണ് സർ. അവൾ ഹൈക്കോർട്ടിലെ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നത്, അതും ആ പത്മയുടെ അപ്പച്ചിനെ കൊണ്ട് പത്മേനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുക അവള്. അതും കുറുപ്പ് സാറും കൂടെ ഒക്കെ ചേർന്നിട്ടാണ് ഇതിന് പിന്നിൽ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ നമ്മുടെ പുക കണ്ടേ അടങ്ങുള്ളൂ എന്ന രീതിയിലാണല്ലേ? അതെ സർ, കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. അത് മാത്രമല്ല സർ, വേറൊരു പ്രശ്നം കൂടി ഇതിന് പിന്നിലുണ്ട്. വേറൊരു പ്രശ്നോ? വേറെന്ത് പ്രശ്നമാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും അത് സർ, അവള് സാറിന്റെ ലൈസൻസ് റദ്ദാക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് ഒരു അപ്പീല് മേടിച്ച് വേറെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. വാട്ട്, താൻ എന്തൊക്കെയാ പറയണത്? അതെ, പിന്നെ അവള് വിചാരിച്ച അത് നടക്കോലോ. അവളുടെ അച്ഛനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊടുത്ത പണി അവളിപ്പോ തിരിച്ച് എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരിക്കും. കൊടുക്കട്ടെ, അവൾ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ അങ്ങനെ പരാതി കൊടുത്താലും കംപ്ലൈന്റ് കൊടുത്താലും എന്റെ ലൈസൻസ് വേണ്ടെന്ന് വെക്കണോന്ന് പരാതി പറഞ്ഞാലും അതവർ ചെയ്യാൻ പോവല്ലേ. പിന്നെ ഒരിക്കലും അവൾക്ക് അതിൽ രക്ഷപ്പെടാൻ പറ്റില്ല, അവൾ വിജയിക്കില്ല. അതിന് ചെയ്യേണ്ട പണികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് രാഘവന് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറുപ്പ് അവിടേക്ക് ഓടി വരട്ടോ. എടോ രാഘവ, കുറുപ്പോ താൻ വാടോ, വന്നിരിക്കടോ, വായിരിക്കാൻ നിൽക്കാനൊന്നും സമയമില്ല. ഞാൻ കേട്ടതൊക്കെ സത്യമാണാടോ? താൻ കേട്ടത് എന്താന്ന് എനിക്ക് അറിയില്ല, പിന്നെ ഞാൻ എന്ത് പറയാനാ? കോപ്പ്, ഞാൻ കേട്ട കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ഈ കോറൂന്നൊക്കെ നിൽക്കുമ്പോ നിലത്ത് നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയാ. കുറുപ്പെ താനെന്നിരിക്കട്ടെ, നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം. എന്ത് സമാധാനം? അവളുണ്ടല്ലോ ആ അഞ്ജലി, ആ പത്മയുടെ അപ്പച്ചി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടല്ലോ കുഞ്ഞി, അവളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചെന്ന് കേട്ടു. അവളെ കാണാനില്ല, നമ്മളെ സംശയം എന്ന് പറഞ്ഞ രീതിയിൽ കൊടുത്തോന്ന് ഞാനും ഇപ്പോഴും അറിയണത്. താനെത്തി ഇവിടെ മിണ്ടാതിരിക്കുകയാണോ? ഇതെങ്ങനെ പരാതി കൊടുത്താൽ നമ്മൾ കുടുങ്ങോടോ?
കുറുപ്പേ, ശരിക്കും പത്മക്ക് ഈ ഒരു ആയുധം എറിഞ്ഞു കൊടുത്തത് താൻ തന്നെ അല്ലേടോ? താൻ ആലോചിച്ച് നോക്ക്. ആ പത്മയുടെ ആ അമ്മായി എന്ന് പറഞ്ഞ സാധനത്തിന് അഞ്ജലിയുടെ വീട്ടിൽ കൊണ്ടിട്ട് വലിയ ഷോ ഓഫ് കാണിച്ചിട്ട് താനല്ലേ? എന്നിട്ട് ആ പോലീസ് തരകനെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? പക്ഷെ ഗുണം ഉണ്ടായി അവൾക്ക്. അതുകൊണ്ട് ആ അപ്പച്ചനെയും കൂട്ടിക്കൊണ്ട് അവൾ നേരെ പോയി കംപ്ലൈന്റ് കൊടുത്തേക്കുന്നു ഹൈക്കോടതിയില്, പത്മനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. താൻ തന്നെയല്ലോ ആ ആയുധം അവളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഇപ്പൊ താൻ എന്നോട് ചോദിക്കുന്നു, ഓ എനിക്കൊന്നും അറിയില്ല. അത് മാത്രല്ല, തന്റെ ലൈസൻസ് റദ്ദാക്കാൻ വേണ്ടിട്ട് അവള് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പോലും. പിന്നെ അവള് ഇപ്പൊ ലൈസൻസ് വേണ്ടെന്ന് വെച്ചാ ആ കോടതി അങ്ങോട്ട് വേണ്ടെന്ന് വെക്കോന്നാണ് താൻ പറയണത്. ഒരിക്കലും അങ്ങനൊന്നും പറ്റില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം. തനിക്ക് കോപ്പറിയാം, എനിക്ക് നിന്നിട്ട് ഒരിക്കലും പറ്റണില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറുപ്പ് പിറുപിറുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യണത്. ശേഷം ഹരി പറയണ്ട, സാറേ ഇത് കുറച്ച് പ്രശ്നമാവല്ലോ സാറേ. രാഘവേണ്ടി പറയാണ്, അതെ ആ അഞ്ജലി നമുക്കൊരു തലവേദനയായിരിക്കാണ്. അതെ സാർ, ശരിക്കും ഒരു തലവേദനയായിരിക്കാണ്. ആ തല അങ്ങോട്ട് വെട്ടിക്കളയണം, എങ്കിലേ സമാധാനാവുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ പോവാം അവളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ട് നേരെ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് പുറപ്പെടുവാട്ടോ. അതേസമയം അഞ്ജലി രാവിലെ തന്നെ അർജുനെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തിരുമേനി വരുന്നുണ്ട്. പ്രസാദം കൊടുക്കുമ്പോ അഞ്ജലി ചോദിക്കണ്ടേ, നമ്മുടെ ഇത് കൊടുത്തപ്പോഴേക്കും പ്രമാണമൊക്കെ എഴുതി കൊടുത്തായിരുന്നല്ലോ, അത് കൊടുത്തപ്പോഴേക്കും അച്ഛൻ തിരുമേനിക്ക് സന്തോഷമായോ? സന്തോഷമായി. മോള് ഫീസ് വളരെ കുറവല്ലേ മേടിച്ചുള്ളൂ, മോൾക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ അച്ഛൻ തിരുമേനി പ്രത്യേകം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് അർജുൻ വരുവാട്ടോ. അർജുനെ കാണുമ്പോൾ അഞ്ജലി ശരി തിരുമേനി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അർജുൻ ചോദിക്കണ്ടോ, എന്താണോ കാര്യം? താനെന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ഞാനാകെ ടെൻഷനായി പോയി. നമ്മുടെ കാര്യം വീട്ടിലെങ്ങാനും അറിഞ്ഞോ? ഇല്ല. ഓ സമാധാനമായി. ഞാൻ വിചാരിച്ചു വീട്ടിലെങ്ങാനും അറിഞ്ഞു പ്രശ്നമോ എന്നൊക്കെ. എല്ലാ രാജ്യവും ഞാനൊരു സ്വപ്നം കണ്ടു ഇന്നലെ. സ്വപ്നമോ? എന്ത് സ്വപ്നം? അത് നമ്മുടെ കാര്യം വീട്ടില് അറിയുന്നതായിട്ടുള്ള സ്വപ്നം. അത് നല്ല കാര്യമല്ലേ? നമ്മൾ പറയണ മുമ്പ് ഒരു റിഹേഴ്സൽ ആവുമല്ലോ. അതേപോലെയൊക്കെ നടക്കട്ടെ എന്ന് താൻ പ്രാർത്ഥിക്കണോ രാജീവ്? അങ്ങനെയല്ല. ആ കാര്യം അറിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ആകെ ഭയങ്കര സീനായി. അച്ഛൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കിപ്പോ ഒരു പേടി. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടോ. നമുക്ക് സമാധാനത്തോടെ കാര്യങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാം. തനിക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിലേ താൻ ഈ താലിമാല കുറച്ച് ദിവസത്തേക്കൊന്ന് ഊരി വെക്ക്. അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ കാര്യം വീട്ടിൽ പറയണവരാ. ഇല്ല രാജീവ്, ഈ താലിമാല ഞാൻ ഊരി വെക്കില്ല. എത്രയൊക്കെ മോഡേൺ ചിന്താഗതിക്കാരിയാണെങ്കിലും, എത്രയൊക്കെ പഠിച്ച് എത്രയൊക്കെ വിവരം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനിത് ഊരി വെക്കില്ല. കാരണം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട്, താലി കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ അതൊരിക്കലും ഊരില്ലെന്ന്. അത് തന്നെയാണ് എന്റെ നിലപാട്. ഈ താലി ഞാൻ അത്രയും പരിശുദ്ധിയോടെ നന്മയോടെ അതുപോലത്തെ പല കാര്യങ്ങളായിട്ട് കാണുന്നത് കൊണ്ട് ഒരിക്കലും ഞാൻ ഇത് ഊരില്ല. ഞാനത് മോശപ്പെട്ട അവസ്ഥയെ പറഞ്ഞതല്ല, മോശമായിട്ട് പറഞ്ഞതല്ല. എനിക്കറിയാം രാജീവ് എന്റെ ഒരു സേഫിന് വേണ്ടി പറഞ്ഞതാണെന്ന്. പക്ഷെ ഇതൊഴിച്ച് രാജീവ് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ അനുസരിക്കാം. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് പത്മേനെ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ? അഞ്ജലി പറയുന്നുണ്ട്. ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമ്മൾ പത്മേനെ കണ്ടെത്തി പത്മേനെ കൈയോടെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നു. അടുത്ത ദിവസം എന്റെ വീട്ടുകാർ തന്റെ വീട്ടിൽ പെണ്ണ് ചോദിച്ചു വരുന്നു. ഇത് ഞാൻ തനിക്ക് തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലിക്ക് വാക്ക് കൊടുക്കാണ്. അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമാവട്ടോ. പിന്നീട് കാണിക്കുന്ന രാഘവനുണ്ണിയാണ്. രാഘവനുണ്ണി രാവിലെ തന്നെ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞപ്പനും മധു ഇത് കാണുന്നുണ്ട്. ഇത് ആ രാഘവനുണ്ണി വക്കീലല്ലേ? ഇവിടെ അഞ്ജലി ഇല്ലാത്ത സമയത്താണ് വന്നിരിക്കുന്നത്. പ്രശ്നമാവാലോ, ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് മധു വീഡിയോ എടുക്കാൻ അഞ്ജലി വരുമ്പോ കാണിച്ചു കൊടുക്കാനായിട്ട് രാഘവണ്ണി അകത്തേക്ക് കയറുന്നില്ല. പുറത്തു നിന്നിട്ട് ശിവരാമകൃഷ്ണ എന്ന് വിളിച്ചു പോവാണ്. ശിവരാമനും അതുപോലെ തന്നെ ശ്യാമളയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശിവരാമൻ രാഘവന്റെ മുഖത്തേക്ക് നോക്കുകയും രാഘവൻ ശിവരാമന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശിവരാമൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് അഞ്ജലിയും വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. Bye bye.